ആ അമ്പലമുക്ക് ആളറിഞ്ഞോ? അയ്യോ, ഒരാളോട് ഇറങ്ങാനുണ്ട്. ഗൗരിയെടുത്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. നല്ല ആളാ. ഇപ്പോഴേ തുടങ്ങിയോ മനരാജ്യം? എനിക്ക് വിശ്വാസാവണില്ലേ രാധേ. പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷ് ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ? ഇങ്ങനൊരു കാര്യം പറഞ്ഞ് മാഷ് കളിപ്പിക്കൊന്നുമില്ല. ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു IAS കാരൻ ഒരു പാവം മാഷിന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കാ അറിയാത്ത പി എന്ന് പേര്? ഭാഗ്യം അങ്ങേർക്കാന്ന എന്റെ തോന്നല്. ഗൗരിയെടുത്തി കിട്ടിയാ ഇനി വച്ചടി വച്ചിട്ട് കേറ്റാവൂ. അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല. ഇതിലെന്ത് അഹങ്കാരാ? ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹേ ഉള്ളൂ. പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ? നോയിക്കോളൂ, ഗൗരിയെടുത്തി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകും മിസ്റ്റർ നന്ദഗോപാൽ. PN എന്ന വലിയ ആള്. അതിനെ കണ്ടിട്ട് വേണ്ടേ? അതാ പറഞ്ഞത് ചെറിയവര് പറയുമ്പോ ചെവിട്ടില് കേൾക്കണോന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട്. ഏടത്തിക്ക് ആളെ കണ്ടാലറിയോ? പിന്നെ നന്ദ, ആ കുട്ടിയോടെ കാത്തു നിന്നിട്ട് പോവും. പറഞ്ഞേക്കാം. വരുന്നു 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 വരുന്നു. മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ശാഠ്യം. നളൻ എന്ന് പറഞ്ഞ അപ്പൊ പുഷ്കരൻ എന്ന് പറയും. ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെക്ക് ഷർട്ട് ഇടാൻ സാവമാഷ് പറഞ്ഞത്. വേണ്ട കുട്ടിമാമേ, ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ. അമ്മുവിന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ലോ ഇതുവരെ. അമ്മുവിന്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞ് ശരി തന്നെ. പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത്. അമ്മുവിന്റെ കാര്യമില്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത്? വാ, കയറി പോവാ. വന്നിട്ടില്ലായിരിക്കോ? ആ പൂച്ചയും കാണാനല്ലോ. ഏതായാലും കുറച്ചേരം നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. നിൽക്കണു മഞ്ഞസാരി. മാഷയുടെ മോളാണല്ലേ? അതെ. ഞാൻ ശേഖരൻ നായര്. ഹംസം. ആ നിൽക്കണാണ് നന്ദഗോപാലൻ. കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷർട്ട് ഇടാൻ. അപ്പൊ അയാള് വെള്ളം ചുപ്പിട്ടോട്ട് വരുന്നു. എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കണ സ്വഭാവം പണ്ടേ ഇല്ല. സാമാഷ് പറഞ്ഞിണ്ടാവൂലേ? ഏത് സ്വാമി മാഷ്? അമ്മേ, ആനയെ കാണണെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ആനയെ കാണണ്ട, അമ്മയെ കണ്ടാ മതി. ഇവിടെ എന്താ പ്രശ്നം? തലയ്ക്ക് സുഖമില്ലാത്ത ആളാൻ തോന്നുന്നു. നീ വാ. അപ്പൊ സ്വാമി മാഷ് പറഞ്ഞ ആളല്ലേ? ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത്. എന്തായി? സൈരന്ത്രി എന്ന് വെച്ച് ചെന്നപ്പോ ബ്രഹന്തള കൂടെ ഒരു ആനക്കാരനും വഷളായി. ആ പൂച്ച വരട്ടെ, എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം. ഭഗവാനേ. സൂത്രം നമുക്ക് മാത്രമല്ലല്ലോ വശമുള്ളൂ. എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നുകൂടാന്നില്ലല്ലോ, അല്ലേ കുട്ടിമാ? വെള്ളം എളി വെള്ളം എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2-ാം മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ പൊട്ടി ടയറേ. ഇപ്പതേ നേരെ ഇത്രയായി. മാഷയുടെ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി. എവിടെ? ഒക്കത്ത്. അയ്യോ, 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് തന്നെ. അതെ അതെ, ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്. കുട്ടിയമ്മേ, പെണ്ണിനെ കണ്ടോ? ഓ പിന്നെ കണ്ടു. ആന കുട്ടി അല്ല, അതെ, ആനയെ കാണാൻ പോയ കുട്ടിയുടെ അമ്മയെ കണ്ട് നന്ദ തെറ്റിദ്ധരിച്ചു ഇല്ലാന്ന് പറയാൻ പോയിരുന്നു. നന്ദ, നന്ദ, കണ്ടിട്ട് ഇഷ്ടായോ? ഇഷ്ടായോന്ന്? നന്ദ, നിക്കേ, നിക്കാൻ. ഓ
ഇല്ലേ? നീ കുറച്ചു അപ്പുറത്ത് വരിക, എനിക്ക് ഇത്ര എഴുതാനുണ്ട്. ഹായ്, അപ്പോഴേക്ക് തുടങ്ങിയ കത്തെഴുതല്? കത്തൊന്നുമല്ല, ഒരു ആർട്ടിക്കിളാ. ആർട്ടിക്കിലൊക്കെ പിന്നെ ആദ്യം ഇത് പറ. വെളുത്തിട്ടാണോ? വെളുത്തിട്ടാണോന്ന്? മെലിഞ്ഞിട്ടാണോ? ഉയരമുണ്ടോ? ഇങ്ങനെ നത്തിന് പോലെ മൂളാതെ വാതൊന്നും പറയുന്നെന്താ? നീണ്ട മൂക്കാണോ? വയറിന് എത്ര ഉണ്ട്? തുമ്പിക്കേ പോലെ. നന്ദാ, തമാശ കളി വേണ്ട, പറ. നീണ്ട മൂക്കാണോ? കുറച്ച് നീണ്ടിട്ടാ. നിറയെ മുടിയുണ്ടോ? പിന്നെ തുടങ്ങി മൂളാൻ. ഉണ്ടോ ഇല്ലയോ? പിന്നെ മുടി ഇല്ലാണ്ടിരിക്കോ? ശരി 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 ശരി. നുണക്കുഴിയുണ്ടോ? അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല. അതെന്താ സൂക്ഷിച്ചു നോക്കാഞ്ഞേ? ദേ, ഇങ്ങനെ തന്നെയല്ലേ ഗൗരി? ഗൗരി സുന്ദരി കേട്ടോ. ആ, നന്ദൻ വേറെ വരച്ചു, എന്നിട്ട് വലിയ പത്രക്കാർക്ക് അയച്ചു കൊടുക്ക്. PG വുഡൌസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോട്ട് ചമ്മുന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദർ ഇൻ ലോ കക്ഷി ഞാൻ കണ്ടല്ലേ, അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവികൾ പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം നീ കഴിഞ്ഞായിരിക്കും. പോടാ. ദേ, നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്കും. ഗൗരി എടുത്തേ. അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കെട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ, സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ, ദേ, നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുക്ക്. അല്ല, ഇലയുടെ എല്ലാവർക്കും തികയോ? രാത്രിയിലത്തേക്ക് പറഞ്ഞാൽ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ, 4 ശ്ലോകം കേൾക്കാലെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ പോവാ. ചെല്ലേ ചെല്ലേ, കുട്ടികൾ പഠിക്കണ്ടോ നോക്ക്. ഈ ത്രിസന്ധിക്കോ? ഇപ്പോഴങ്ങോട്ട് ചെന്ന് അവര് ടിവിയുടെ മുമ്പിലുണ്ടാവും. അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ. അടാ, എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. ഓ, ഈ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുവിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു. എടോ, ഞാൻ ആരുടെ കാര്യമല്ലോ ചോദിച്ചേ, പിന്നെ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റിയാ ചോദിച്ചേ. അത് എന്നെ ഞാൻ പറയണേ. കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കയറാൻ ഒരാളെ നോക്കണു, കിട്ടണ്ടേ? ഒരു നാളികേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അട ഒന്നും കൂടി കെങ്കമാക്കായിരുന്നു. ചിങ്ങ ഒടുവില് രാഹുദശ തുടങ്ങിയ ഗൗരിക്ക് സ്വാപഹാരകാലം 3 കൊല്ലവും ചില്ലറയും. നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടക്കണം എന്നാ ജാതകത്തില്. രാധേ, ആ ചായ ഇങ്ങോട്ട് എടുത്തോളൂ. വട ഇനിയും വേണം. വേണ്ട, കൊടുക്കണ്ട. ഗ്യാസാ. അയ്യോ, ഗ്യാസോ? അല്ലേ അല്ല, ഒരു 3-4 കൂടി പോരട്ടെ. ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് വെറും തോന്നല. അതായത് മായ. വ്യക്തമായിട്ട് പറഞ്ഞാൽ മിഥ്യ. ഇംഗ്ലീഷിൽ അയ്യോ. അതെ അതെ, ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ. ശരിക്കും മായ തന്നെയാ. പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ലതായിരുന്നു. ഞാൻ ഗ്യാസിന്റെ കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നേ. അയ്യോ, അല്ലേ അല്ല, നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു. നമ്മുടെ വേണുവിന്റെ കാര്യം. നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങോട്ട്, മാഷയുടെ മോള് ഇവിടുന്ന് അങ്ങോട്ട്. പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ. അവനോടൊന്നും ചോദിക്കണ്ടേ? ആ കുട്ടി എന്തായാലും വേണുഗോപാൽ ഇഷ്ടപ്പെടാണ്ട് വരില്ല. പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ. അങ്ങനെ പറഞ്ഞു അയാള്. വേണുവിന്റെ കാര്യം ആദ്യം നന്ദഗോപാലൻ പറഞ്ഞത്. ഗൗരി, നിന്റെ അഭിപ്രായം എന്താ? ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാണ്ടിരിക്കില്ല, അല്ലേ രാധേ? ഞാൻ പോണു ഗൗരി അടുത്തേ. ഇതൊരു ഭാഗ്യ, ഈശ്വരാധീനം എന്ന് തന്നെ പറയാം. ഒരു കുടുംബം രക്ഷപ്പെടുക. അവൻ ഇനി ഒരു മുടക്കവും പറയാണ്ടിരുന്നാ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ, രാധ ഒന്ന് കാണണമായിരുന്നു. ഉണ്ടോന്ന് നോക്കട്ടെ. രാധ പോയി കേട്ടോ. പോയോ?
ആസ്വദിച്ച് കഴിച്ചോ. ചേച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതിന്റെ സ്വാദ് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ. ഗൗരിയെടുത്തി ഗൾഫിൽ പോവാ? ഗൗരിയെടുത്തി പോകും. ഓ, കല്യാണം. ഏറ്റവും പോക്ക് ഇന്ന് എന്തൊരു ഉത്സാഹം അല്ലടാ വേണു. 2-3 ദിവസമായി. അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള ഉത്സാഹമാ. കളിതമാശ. ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സ് വെച്ചാ കല്യാണം വേഗം അങ്ങോട്ട് നടത്താം. ഗൗരിയെടുത്തിയുടെ കല്യാണക്കാരിയല്ലേ, ഞാൻ എന്തിനും റെഡി. അതെനിക്കറിയാം. നിനക്കും വേണമല്ലോ ഒരു പെണ്ണ്. അതൊക്കെ സമയമാകുമ്പോ നോക്കാന്ന്. ആദ്യം ഗൗരിയെടുത്തിയുടെ കാര്യം. ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം. പെൺമക്കള് പുര നിറഞ്ഞു നിന്നാ അതിന്റെ വിഷമം ഒരു അച്ഛനെ അറിയൂ. എത്ര ആലോചനകൾ വന്നവക്ക് ജാതകം ചേരാണ്ടൊക്കെ മുടങ്ങിയില്ലേ. ഗൗരിയുടെ കാര്യം ആയതുകൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ വാക്കു കൊടുത്തു. എന്ത്? നന്ദഗോപാലന്റെ അനിയത്തി മിടുക്കിയാണെന്ന് സ്വാമി മാസ്റ്റർ എന്ന് പറഞ്ഞു. നീ ഒന്ന് എന്ന് കാണണം. നീ ഒന്നും പറഞ്ഞില്ല. ഇതിലും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടില്ല. ഇങ്ങനെ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ നീ മറുത്തു പറയില്ല എന്ന് തോന്നി. മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമി മാസ്റ്ററോട്. 2 കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് അവര് പറയുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. അച്ഛൻ ചെന്ന് കണ്ടാ മതി. അതെ, ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നാവും. കഴിയും. ഗൗരിയത്തെ കുറിച്ച് ആലോചിച്ചാ മതി. ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോ ദൈവനിശ്ചയം ഇതാവും. അതിനെ എതിർക്കാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. നീ വെറുതെ തത്വജ്ഞാനം പറയാണ്. സ്വന്തം കാര്യം ആലോചിക്കണ്ടേ? ചിലപ്പോ സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാല് ഇല്ലാണ്ടാവണത് ഗൗരിയടുത്തിന്റെ ജീവിതമല്ലേ. സ്നേഹത്തിന് ഇങ്ങനെയും ചില രീതികളുണ്ട് വേണോട്ടാ, അകലം പഠിക്കേണ്ട രീതികള്. അപ്പോ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല? സ്നേഹത്തിന് എന്നും വിലയുണ്ട്. ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? എന്തിന് ഒരു തീവണ്ടി മുറിയില് ഒന്നിച്ച് സഞ്ചരിക്കുന്നവർ തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണോട്ടാ? സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥത ഇല്ലാത്തപ്പോഴാ. ഇനി വേണോട്ടന്റെ അനിയത്തിയ രാധ, അതും എന്റെ ഭാഗ്യ. പിന്നെ ആ മഹാരാജാവ് ആ കാടിനകത്ത് പോയി. നീ ഇവിടെ ഒന്ന് കളിച്ചു നിൽക്കുക. ഉമ്മാർക്ക് ആ ചായ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക. അതിനവിടെ അയാൾ വന്നിട്ടില്ലല്ലോ. പൂച്ചമാഷും ഒരു വയസ്സിനല്ലേ ഉള്ളൂ. അവർക്ക് വല്യമ്മ കൊടുത്താ മതി. പറയണോ ഒന്ന് കേക്കോ അമ്മേ. ഓ, എന്ത് കഷ്ടോ ഇത്. ചിനുവിന് വാ, ചായ കൊണ്ട് കൊടുക്കാം. അവരൊന്നും വേണ്ടാന്നേ. വല്യമ്മ പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. പോ. എന്തായാലും വേണുവിനൊന്ന് വരായിരുന്നു. ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ലാന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അവൻ. അമ്മൂ ദാ വരുന്നു. കുട്ടി വരുന്നുണ്ട്, നഖശിഖാന്തം കണ്ടോളൂ. അയ്യോ, ഇതെന്താത്? അമ്മൂടെ ഞാനിവിടെ ഉണ്ട്. എല്ലാവർക്കും ചായ കൊടുക്ക. എന്റെ അച്ഛൻ്റെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും. അമ്മൂനെ കാണണമെന്നോ മറ്റോ ഉണ്ടാവോ? കാണുന്നൊക്കെ നല്ലതാ, സംസാരിക്കണത് നല്ലതാ. നന്ദൻ കണ്ടാലും മതി. രാഘവ മാഷ് പറയണതിലും കാര്യമുണ്ട്. ജാതകത്തിൽ പ്രശ്നമുള്ളപ്പോ നന്ദന്റെ കല്യാണം ചിങ്ങത്തി അടക്കട്ടെ. അമ്മുന്റെ കല്യാണമാണ് ആദ്യം നടക്കേണ്ടത്. എനിക്കും അത് തന്നെയാ താല്പര്യം. പക്ഷെ ജ്യോത്സ്യന്മാരിങ്ങനെ പറയുമ്പോ ഒന്നല്ല 3 ആളെ കാണിച്ചാൻ. എന്നാ ചിങ്ങത്തിൽ 2 നടത്താം. വേണുവിനൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അവൻ പറയണത് ശരിയാണല്ലോ. അമ്മൂന്റെ കല്യാണം ഏതായാലും ഇവിടെ വെച്ചിട്ട് തന്നെ വേണം.
മാഷിക്ക് മാഷിന്റെ മകളുടെ കല്യാണം അവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടാവുമല്ലോ. അതെ അതെ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. നന്ദന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണമെന്ന് ശരിയല്ല. എല്ലാരും അങ്ങനെ പറയാണെന്ന് വെച്ചാ ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ. ആ, 2 കല്യാണങ്ങൾ തമ്മില് 2-3 മാസത്തെ ഇട ഉണ്ടാവുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അത് സത്യം. അപ്പോ ഞങ്ങൾ ഇറങ്ങുക. 3-4 മാസം എന്നുള്ളത് ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകും. ഇവിടെ ഇപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങാറായി അല്ല എന്താ ഒരു ആലോചന? അമ്മുവിന്റെ സൂക്കറിന്റെ കാര്യം അവരോടൊന്ന് പറയണ്ടേ? അതിനിപ്പോ അവളൊക്കെ എന്താ ഒരു സൂക്കട് ഉള്ളത്? ഗുളിക കഴിക്കണ കാര്യമാണോ? 4 കൊല്ലം കഴിച്ചാൽ മാറുന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഇനി 2-3 മാസം കൂടി കല്യാണം ആവുമ്പോഴേക്കും മുഴുവനും മാറും. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ നുണയൊന്നും പറയണില്ലല്ലോ. മുത്തിരിക്കാട്ടില് സീതയുടെ സ്ഥിതി എന്തായിരുന്നു? എന്നിട്ട് ഇപ്പോഴോ കുട്ടികൾ 3 വല്ല തകരാറുണ്ടോ? നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാല് എനിക്കൊരു സമാധാനാവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താണാവോ? ഇപ്പൊ ഇല്ലാത്ത ഈ സൂക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത്? അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ? മുടങ്ങൂന്ന് വെച്ചാ മുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞു പറ്റിച്ചു നാളെ പറയാൻ ഇടവരരുത്. എന്താ ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖവും ഇല്ല. എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാൻ ഞാൻ മതി.